ചെറിയ കുട്ടികൾ വരെ നിങ്ങൾ നോക്കിക്കൊള്ളു, നന്നായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവർ പൈസ ഉണ്ടാക്കാനുള്ള. ഇപ്പം എൻ്റെ മോനുണ്ട്, എൻ്റെ മോൻ 8 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അവന് പൈസ ഉണ്ടാക്കണം. പിന്നെ മാത്രമല്ല അവന് ക്ലാസ്സുകളൊക്കെ അങ്ങനെ കേൾക്കുന്ന ആളായതുകൊണ്ട് അപ്പോൾ അവന് എന്നോട് പറയും, എന്താണ് എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗം. അപ്പോൾ ഞങ്ങൾ കടപ്പുറത്ത് പോയപ്പോൾ പറഞ്ഞു, ഞാൻ ഷെല്ലുകൾ പെറുക്കിയിട്ട് വിറ്റാലോ, അത് വാങ്ങാൻ പറ്റുന്ന ആൾക്കാരൊന്ന് കണ്ടുപിടിച്ചു തരണം എന്നോട്. എന്നിട്ട് അവൻ ഷെല്ലുകൾ പെറുക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതും അത്ര ക്ലിക്കാവണില്ല. അപ്പം ആ ബിൽഡിങ്ങിലുള്ള കുട്ടികളോടൊക്കെ പോയി ചോദിച്ചു, ഞാൻ ഷെല്ലുകൾ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് വേണോ? അപ്പോൾ അതൊന്നും അത്ര വർക്കാവണില്ല. അത് അവസാനം അവനൊരു മാർഗം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, നിങ്ങൾ ഷോപ്പിങ്ങിന് പോകും. ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്ത് ചെയ്യും, അവൻ എന്തെങ്കിലും ഒരു സാധനം എടുക്കും. അപ്പോൾ അതിന് റൂളുണ്ട് കൃത്യമായിട്ട്. ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു സാധനം അവന് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നുകിൽ ഒരു ചോക്ലേറ്റ്, അല്ലെങ്കിൽ ഒരു മിഠായി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമാണ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് പൈസ ഉണ്ടാക്കുകയാണ് വേണ്ടത്, ഞാൻ അത് വാങ്ങുന്നില്ല എങ്കിൽ എനിക്കൊരു അതിൻ്റെ അവകാശമാണല്ലോ ഒരെണ്ണം എടുക്കുക എന്നുള്ളത്. അത് എടുക്കുന്നില്ലെങ്കിൽ എനിക്ക് എത്ര രൂപ തരാൻ പറ്റും, എത്ര ദിർഹംസ് തരാൻ പറ്റും. അങ്ങനെ ഞങ്ങളൊരു കരാറിലെത്തി. ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് അവനൊരു സാധനവും വാങ്ങിയില്ലെങ്കിൽ അവന് 5 ദിർഹം. ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചാൽ അവർ വരെ പൈസ ഉണ്ടാക്കാനുള്ള ത്വര ഉള്ളിലുള്ള ആളുകളാണ്.